നമസ്കാരം. ശബരിമല കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന്റെ മഹാകേന്ദ്രം. അവിടുത്തെ ഓരോ കല്ലും ഓരോ ആചാരവും ദൈവസന്നിധിയിൽ അർപ്പിച്ച വിശുദ്ധ പ്രതിജ്ഞയാണ്. എന്നാൽ ഇന്ന് ആ വിശുദ്ധതയുടെ മുകളിൽ സ്വർണത്തിന്റെ തിളക്കമല്ല, മറിച്ച് അഴിമതിയുടെ കറുത്ത പാളികളാണ് പതിഞ്ഞിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ക്ഷേത്രത്തിലെ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും ദേവസ്വം വിജിലൻസിന്റെയും പരിധിയിൽ വരും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് നിർണായകമായ കണ്ടെത്തലുണ്ടായത്. പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജി വാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് SIT കണ്ടെടുത്തു. ഇത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിനിടെ CBI അന്വേഷണ ആവശ്യം വീണ്ടും ശക്തമാകും. എന്നാൽ കൊടിമരത്തിനൊപ്പം ഉണ്ടായിരുന്ന സ്വർണത്തിലോ പഞ്ചലോഹത്തിലോ നിർമ്മിച്ച അഷ്ടദിക്പാലക രൂപങ്ങളെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഇത് എവിടെയാണെന്ന ചോദ്യത്തിന് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മറുപടി ലഭിച്ചിട്ടുമില്ല. ഇവ കടത്തിയതാണോ അതോ ദേവസ്വം രേഖകളിൽ ഇല്ലാത്തതാണോ എന്ന കാര്യം SIT പരിശോധിച്ചു വരികയാണ്. 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിച്ചത്. പഴയത് ജീർണിച്ചതിനാലാണ് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അന്ന് നീക്കം ചെയ്ത പഴയ ഭാഗങ്ങളും അതിലുണ്ടായിരുന്ന വിഗ്രഹ രൂപങ്ങളും കൃത്യമായി ദേവസ്വത്തിന് കൈമാറിയിരുന്നോ എന്നതിലാണ് ഇപ്പോൾ ദുരൂഹത നേരിടുന്നത്. തന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളവരിൽ പലരിൽ നിന്നും മൊഴിയെടുത്തപ്പോഴാണ് കൊടിമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. തന്ത്രി കണ്ഠരര് രാജീവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ അഷ്ടദിക്പാലക രൂപങ്ങളുടെ തിരോധാനത്തെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിലെ ആഭരണങ്ങളുടെയും സ്വർണത്തിന്റെയും കണക്കുകൾ ഒത്തുനോക്കുന്നതിനോടൊപ്പം ഈ പുതിയ കണ്ടെത്തൽ ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. CBI അന്വേഷണം എന്ന ആവശ്യത്തിന്റെ സാധ്യത കൂട്ടുന്നതാണ് പുതിയ ആരോപണങ്ങൾ. 2017 കൊടിമരം പുനഃസ്ഥാപിച്ചപ്പോൾ ഏകദേശം 9.16 കിലോ സ്വർണമാണ് പൂശാൻ ഉപയോഗിച്ചതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്വർണം മുഴുവൻ കൃത്യമായി ഉപയോഗിച്ചോ അതോ തിരിമറി നടന്നോ എന്നതും ഇനി പരിശോധിക്കേണ്ടി വരും. പഴയ കൊടിമരം മാറ്റിയപ്പോൾ അതിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവ് ദേവസ്വം റെക്കോർഡുകളിൽ കൃത്യമാണോ എന്നതും തർക്ക വിഷയമാണ്. കൊടിമരത്തിന്റെ ചുവട്ടിലായി സ്ഥാപിച്ചിട്ടുള്ള 8 രൂപങ്ങളാണ് അഷ്ടദിക്പാലകർ. ഇത് സാധാരണയായി പഞ്ചലോഹത്തിലോ വെങ്കലത്തിലോ നിർമ്മിച്ച് സ്വർണം പൂശിയവയാണ്. പുരാതനമായ ഈ രൂപങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ അന്താരാഷ്ട്ര വിപണിയിൽ മൂല്യമുണ്ട്. ഇവ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത വാജി വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. ഇത് വലിയ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൊടിമരം മാറ്റിയ സമയത്ത് ദേവസ്വം വിജിലൻസ് ഒരു ഇൻവെന്ററി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണാതായ രൂപങ്ങളെ കുറിച്ച് ഈ ലിസ്റ്റിൽ പരാമർശമുണ്ടോ എന്നത് വ്യക്തമല്ല. രേഖകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയാൽ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരും അന്വേഷണ പരിധിയിൽ വരും. സംസ്ഥാന പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്ത്രിയെയും ദേവസ്വം ഉന്നതരെയും ചോദ്യം ചെയ്യുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്ന് ഭക്ത സംഘടനകൾ ആരോപിക്കുന്നു. സ്വർണം കടത്താൻ അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന സംശയം ബലപ്പെട്ടാൽ കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പുതിയ ഹർജികൾ വരാൻ സാധ്യതയുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലേക്ക് നയിച്ച കട്ടിളപ്പാളി കേസും സ്വർണ്ണക്കൊള്ളയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ക്ഷേത്ര നവീകരണത്തിന്റെ മറവിൽ നടന്ന നീക്കങ്ങളെല്ലാം ഒരേ സംഘമാണോ ചെയ്തതെന്നതാണ് പോലീസിന്റെ സംശയം. ആചാരങ്ങളുടെ കാവൽക്കാരനായി നിന്നിരിക്കേണ്ട തന്ത്രി വിശ്വാസത്തിന്റെ പ്രതീകമായ കൊടിമരത്തിലെ ഭാഗങ്ങൾ സ്വന്തം വീട്ടിൽ ഒളിപ്പിച്ചുവെന്ന കണ്ടെത്തൽ കേരള സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സമർപ്പിച്ച വസ്തുക്കൾ ഒരു സ്വകാര്യ സ്വത്തായി മാറ്റിയെന്ന ആരോപണം ഒരു വ്യക്തിക്കെതിരായ കുറ്റാരോപണമല്ല. അത് സമ്പൂർണ്ണ ആചാര വ്യവസ്ഥയെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ്. അതേസമയം ഈ ഗുരുതര ആരോപണങ്ങൾ പുറത്തു വന്നിട്ടും സർക്കാരിന്റെ പ്രതികരണം മൗനവും വൈകിപ്പിക്കലും സംരക്ഷണവുമാണ്. പിണറായി സർക്കാർ ദേവസ്വം സ്ഥാപനങ്ങളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടുത്തിയതിന്റെ ഫലമായാണ് ഇന്ന് ശബരിമല വിശ്വാസ കുരുതിക്കളത്തിലേക്ക് തള്ളപ്പെടുന്നത്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളക്കഥകളെല്ലാം മണ്ണിനടിയിൽ മറഞ്ഞുപോയേ. ശബരിമല ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയല്ല, അഴിമതി പരീക്ഷിക്കാനുള്ള ഇടവുമല്ല. അത് കോടിക്കണക്കിന് വിശ്വാസികളുടെ ആത്മാവാണ്. ആ ആത്മാവിനെ കുത്തിവീഴ്ത്തിയവർക്കെതിരെ കടുത്ത നിയമ നടപടി ഉണ്ടാകാതെ പോയാൽ അത് പിണറായി ഭരണത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വാസ വഞ്ചനയായി രേഖപ്പെടുത്തും. ഇനി മൗനമല്ല വേണ്ടത്, സത്യം, ശിക്ഷ, നീതി. അതാണ് ശബരിമല ആവശ്യപ്പെടുന്നത്.